ഒരിക്കൽ ഡി എൻ മൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം എനിക്ക് ഒരു മിനിസ്ട്രിയും തന്നു, ഒരു കഴുതയും തന്നു. കഴുത എന്ന് പറയുന്നത് ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മിനിസ്ട്രി നടക്കണമെങ്കിൽ എനിക്ക് കഴുതയെ കൂടെ നോക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് കഴുതയെ കൂടെ നോക്കിക്കോണം എന്ന് ഡി എൻ മൂടി പറഞ്ഞൊരു കാര്യം ഇവരെന്നെ ഓർപ്പിക്കും എപ്പോഴും. എന്നിട്ട് എപ്പോഴും പറയും, കഴുതയെ കൂടെ നോക്കിക്കോണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കരുത് എന്ന് എന്നെ ഓർപ്പിക്കാം. ഞാൻ അത്ര കെയർഫുൾ അല്ല എന്ന് അവർക്കൊരു ചിന്ത ഉള്ളത് കൊണ്ട് അവരെന്നെ, ഈ പ്രായമുള്ള സ്ത്രീയല്ല, അവരുടെ വാത്സല്യത്തിൽ ചെയ്യുന്നൊരു കാര്യമാണത്. അവർ വാത്സല്യത്തോടുകൂടെ തന്നെ പറയും, വളരെ ഇതായിട്ട് പറയും, കഴുതയെ കൂടെ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഡോങ്കി, ഓക്കെ, കഴുതയെ മറന്നു പോകരുതെന്നൊക്കെ ഉള്ളൂ. പക്ഷെ കഴുതയെ തീറ്റിക്കൊണ്ടിരുന്നാൽ മിനിസ്ട്രി നടക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ കഴുതയെ തീറ്റുകയാണ് പ്രധാനപ്പെട്ട മിനിസ്ട്രി തന്നെ. ഇന്ന് പലരുടെയും മിനിസ്ട്രി എന്താണ്? കഴുതയെ തീറ്റുക. അതുവേണേ പറയും, ബ്രദറെ ദൈവം എനിക്ക് തന്നതല്ലേ കഴുത, എനിക്കിതിനെ നോക്കാതിരിക്കാൻ പറ്റുമോ? ഇത് മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ പ്രശ്നം. ഇന്നിപ്പോൾ മിനിസ്റ്റേഴ്സ് തന്നെ അവരുടെ ശരീരത്തെയും ശാരീരിക ആവശ്യങ്ങളെയും ഭൗമിക ആവശ്യങ്ങൾക്കും വേണ്ടി അതാണ് അവർ, അതിനെ കേറ്റർ ചെയ്യാൻ അവരുടെ മിനിസ്ട്രി മറന്നുപോലും അവരെന്ത് ചെയ്യുന്നു? കഴുതയെ നോക്കണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ കഴുതയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് കർത്താവ് ഒരു ഔട്ടർ ബോഡി തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഇന്നർ മാനെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി മാത്രമല്ല ദൈവം എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്താണ്? എന്നിൽ അവനെ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു, ആൻ ഇന്നർ മാൻ. ആ ഇന്നർ മാൻ ശക്തിപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം സഭയെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ 79 years പ്രായമുള്ള ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സഭയുടെ അവരുടെ പെന്റക്കോസ്റ്റൽ ചർച്ചിൻ്റെ അവരുടെ ഒഫീഷ്യൽ മാഗസിനകത്ത് അവരുടെ യൂത്ത് വിങ്ങിൻ്റെ ക്രിക്കറ്റ് കളിയുടെ ഫോട്ടോസും ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചും എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സാജു ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ. 79 വയസ്സുള്ള മനുഷ്യനാണ്. അതേ പറഞ്ഞ മോനെ കുമ്മനാട് കൺവെൻഷനിൽ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പുറകിരുന്ന് കേൾക്കുകയായിരുന്നു. ഇറ്റ്സ് എ വെരി ഓൾഡ് മാൻ. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്, ശുശ്രൂഷകനാണ്. 79 years ഉണ്ട്, 79 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം. എന്ത്? സഭയുടെ ഒഫീഷ്യൽ മാസികയ്ക്കകത്ത് എന്തിനെക്കുറിച്ചാണ് കിടക്കുന്നത്? യൂത്ത് വിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ക്രിക്കറ്റ് മാച്ചിൻ്റെ കാര്യങ്ങളാണ്. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പ്രാവശ്യം ശ്രീലങ്കയിലുണ്ടായിരുന്ന സമയത്ത് ഞാനവിടെ ബഹുമാനിക്കുന്ന ഒരാളുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ഒരു മലയാളിയാണ്, പക്ഷേ അവിടെ ജനിച്ച് വളർന്ന 70s ഒരു പാസ്റ്ററുണ്ട്. ഒരു കാലയളവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സാജു അദ്ദേഹത്തിൻ്റെ പേര് അച്ചടിച്ചാൽ തന്നെ 2000 പേര് മീറ്റിങ്ങിന് കാണുമായിരുന്നു. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. ശ്രീലങ്കയെ ഒരു കാലഘട്ടത്തിൽ ആത്മീകമായി വളരെ മാറ്റിമറിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ സഭയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്ന് ഇംഗ്ലീഷ് ചർച്ചാണ് പ്രസംഗം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ ഇൻ്റർ ചർച്ച് ക്രിക്കറ്റ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കാണിക്കുകയായിരുന്നു സഭായോഗത്തിന്. ഭയങ്കര സങ്കടമായി പോയി എനിക്ക്. അത് ഈ മനുഷ്യൻ്റെ സഭയിൽ. അങ്ങനെയുള്ള സഭകൾ ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാലയളവിൽ കർത്താവിന് വേണ്ടി ഇത്രയേറെ അധ്വാനിച്ച ഒരു ജനതയെ മുഴുവൻ ആത്മീകമായി വളർത്തിയ വ്യക്തി ആ സഭയിൽ ഇപ്പം എന്താ കാണിക്കുന്നത്? സഭായോഗം തുടങ്ങുന്നത് എന്താണ്? ക്രിക്കറ്റ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കാണിച്ചുകൊണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവം സഭയെ ഈ ഔട്ടർമാൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയോ അതിൻ്റെ അങ്ങനെ ഒരു മാറ്റം. ഞാൻ 41 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്, 41 years. ഈ 41 വർഷം കൊണ്ട് ഉണ്ടായ ഡിറ്റീരിയറേഷൻ കണ്ട് ഹാർട്ട് അറ്റാക്ക് വരാത്തത് അത്ഭുതമാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സ് തകർക്കുന്നതായ ഒരു കാര്യം. ഇന്ന് സഭ കേറ്റർ ചെയ്യുന്നത് അവിടുത്തെ വിശ്വാസികളുടെ ഇന്നർമാനെ ശക്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളല്ല. പ്രത്യേകത എന്താണ്? ഔട്ടർ മാൻ. അതുകൊണ്ട് പൗലോസ് പറയാണ്, എന്താണ്? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ സ്നേഹത്തിൽ വരുമെന്ന് ഞാൻ താഴോട്ട് പറയുന്ന വാക്യങ്ങളാണ്. അവിടുത്തെ ആ പ്രാധാന്യം, ചർച്ചിൻ്റെ ലക്ഷ്യമെന്ന് ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയിലെ വ്യക്തികളുടെ ഇന്നർമാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നിപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ചിലപ്പം സഭകളിൽ ആൾക്കാരോട് സംസാരിക്കും, എൻ്റെ ബ്രദറെ നമ്മളെ ഈ പഴയതുപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അതൊന്നും രസമല്ലെന്നേ.
കുഞ്ഞുങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സഭകൾ നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ച് നടത്തുന്നത്. പിള്ളേർ ക്രിക്കറ്റ് കളിക്കുകയോ അതൊക്കെ വേറെ കാര്യം, പോയി ക്രിക്കറ്റ് കളിക്കുക എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷേ സഭയുടെ ഒരു അജണ്ടയായിട്ട് പിള്ളേരുടെ ക്രിക്കറ്റ് കളി, അതിൻ്റെ എന്താണ്, സഭാനാവിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഫോട്ടോ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പണ്ടാരെ പറഞ്ഞതൊരു ദേവാലയത്തിൻ്റെ മഹത്വം പണ്ട് കണ്ടിട്ടുള്ളവർ അത് എന്ത് ചെയ്യും, അല്ലാത്തവരാർക്കും, എന്നാൽ അത് കണ്ടിട്ടുള്ളവൻ കരയും. അത്രേ ഉള്ളൂ. അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ കരച്ചിൽ. അത് കണ്ടിട്ടില്ലാത്തതിന് പക്ഷേ കരച്ചിൽ കാണത്തില്ല. എന്റർടൈൻമെന്റിന് വേണ്ടി അല്ല നമ്മൾ സഭയിൽ വരുന്നത്. ഇന്ന് സഭ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം പോലെയാണ് നടത്തുന്നത്. എന്റർടൈൻമെന്റിന് വേണ്ടി ഇറ്റ് ഹാസ് ടേക്കൺ ഓവർ. നിങ്ങൾ ഡേവിഡ് വിൽക്കേഴ്സന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാപ്റ്റിസം ഓഫ് ആംഗ്വിഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മെസ്സേജിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മ്യൂസിക് ഹാസ് ടേക്കൺ ഓവർ ദ ചർച്ച്, എന്റർടൈൻമെന്റ് ഹാസ് ടേക്കൺ ഓവർ ദ ചർച്ച്. ഇന്ന് മ്യൂസിക്കും എന്റർടൈൻമെന്റും സഭയെ അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഞാൻ കുമ്മനാട്ടിലെ ഒരു കൺവെൻഷന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വി ആർ ട്രൈങ് ടു റീപ്ലേസ് ഹോളി സ്പിരിറ്റ് വിത്ത് മെനി അതർ തിങ്സ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ റീപ്ലേസ് ചെയ്യാൻ മ്യൂസിക് എന്നൊരു മാർഗമായിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. കീബോർഡും കൊണ്ട് പരിശുദ്ധാത്മാവിനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്നത്തെ പല കൊയറും. നിങ്ങളുടെ കീബോർഡ് നിങ്ങൾ ഉപയോഗിച്ചോ, എനിക്ക് അതിനകത്ത്, പക്ഷെ നിങ്ങളുടെ കീബോർഡ് കൊണ്ട് ഹോളി സ്പിരിറ്റിനെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. സഭ എന്തിനു വേണ്ടിയാണ്? എല്ലാവരെയും സുഖിപ്പിക്കാൻ വേണ്ടി അല്ല സഭ. എല്ലാവരെയും സുഖിപ്പിക്കാൻ വേണ്ടി അല്ല സഭയിൽ പാട്ട് പാടുന്നത്. എല്ലാവരെയും സുഖിപ്പിക്കാൻ വേണ്ടി അല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. എന്തിനാണ്? ഒരു ലക്ഷ്യമുണ്ട്, ഇന്നർ മാൻ, അവനെ ശക്തിപ്പെടുത്തണം. ദൈവസഭയിലെ ഓരോ വ്യക്തികളുടെയും അവിടെ പോൾ പറയുന്നതാണ്, അങ്ങനെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. വിശ്വാസത്താൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചർച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ വിശ്വാസികൾ ദൈവത്തിന്, ക്രിസ്തുവിന് അവരെ തന്നെ, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഡു ദേ ലിവ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ദാറ്റ് ഈസ് ദി എംഫസിസ് ഓഫ് ദ ചർച്ച്. സഭയുടെ എംഫസിസ് അതാണ്. എൻ്റെ സഭയിലെ വിശ്വാസികൾ എന്ത് ചെയ്യണം? അവർ വിശ്വാസത്താൽ ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ വസിക്കണം. അല്ലാതെ അവരെല്ലാം BMW വാങ്ങിക്കണം എന്നുള്ളതൊന്നും അല്ല എൻ്റെ മോഹം. BMW വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരും നരകത്തിൽ പോകുന്നതെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻ്റ്. അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ സഭ എല്ലാവർക്കും BMW ഓഫർ ചെയ്യുന്ന ഒരു ലോട്ടറി കമ്പനി അല്ല. സഭ എന്താണ് ഓഫർ ചെയ്യുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. സഭയിലെ മുഴുവൻ, അതിനാണ് ദൈവം സഭയെ ഇവിടെ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയാണ്, വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നമുക്ക് ആവശ്യമാണ്. എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. നിറഞ്ഞു വരണമെങ്കിൽ നിറഞ്ഞിട്ടില്ലെന്നുള്ളൊരു ബോധ്യമുള്ളിടത്തെ എന്ത് ചെയ്യത്തുള്ളൂ? നിറവുണ്ടാകത്തുള്ളൂ. ഇന്ന് സഭകളിലെ ഒരു വലിയ പ്രശ്നം, അങ്ങനെ പോലും ഒരു ചിന്തയില്ല. സഭയെല്ലാം സംതൃപ്തരാണല്ലോ. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ നടക്കുന്ന ആരാധനയെന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം കൊണ്ട് മനുഷ്യൻ സംതൃപ്തനായി. ഇന്ന് സഭയിൽ വരുമ്പോൾ സഭയിലെ വിശ്വാസികൾക്കോ പാസ്റ്റർക്കോ സഭയുടെ ആളുകൾക്കോ സഭയിലെ വിശ്വാസികൾക്കോ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറയണമെന്നൊന്നും പറഞ്ഞുകൊണ്ടെന്നല്ല ആരും വരുന്നു. നോക്ക്, സഭായോഗത്തിന് വരുമ്പോഴത്തേക്ക് എത്ര പേരാ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഒഴിഞ്ഞവളായിട്ടാണ് ഇപ്പോൾ പോകുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ നിറഞ്ഞവളായി എന്നെ കർത്താവിനാൽ നിറയുവാൻ, ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. അതൊന്നുമില്ല. കാഷ്വലായിട്ട് വരുന്നു, ഇവിടെ വരുന്നു, പാടുന്നു, ആടുന്നു, ചാടുന്നു, പോകുന്നു. ഇതിനല്ല സഭ. പോൾ പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്താണ്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എന്നിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി, ദൈവസഭ വേരൂന്നുകയും അടിസ്ഥാനപ്പെടുകയും, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. വേരൂന്നി, അല്ലാതെ സ്നേഹം പുറമെ സിസ്റ്ററെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞേച്ച് പോകുന്നത് മാത്രമൊന്നുമല്ല. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ലവ്, വേരൂന്നിയ സ്നേഹം, അത് ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞ്
താഴോട്ടും അടിസ്ഥാനവും എവ്രിതിങ്. എന്നിട്ട് അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും, ആ ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യം, അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം അതൊക്കെ ഗ്രഹിപ്പാനും പ്രദർശിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനും, അങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ഒരു ലൈഫ്, ഇതൊക്കെയാണ് സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. സഭയിൽ നമ്മൾ അറിയേണ്ട കാര്യമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുക. ക്രിസ്തുവിനെ അറിയുന്നതിന് ബുദ്ധിയിൽ അറിയുകയല്ല. നമ്മൾ സ്നേഹത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചറിയണം. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. ഞാൻ ഒരു പ്രാവശ്യം മിഷൻ ഫീൽഡിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു മിഷണറിയുടെ മോൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ചേട്ടനെ കൊണ്ട് ഒത്തിരി പടം എടുപ്പിച്ചു. എൻ്റെ കൂടെ നിന്ന് അവിടെ നിന്ന് ഒത്തിരി പടമെല്ലാം എടുപ്പിച്ചു. ഈ മലയാളം അത്ര അറിയത്തില്ല, മലയാളം അറിയാം, മലയാളിയാ. എന്നിട്ട് ഞാൻ പോരാൻ നേരം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കാര്യം അവൻ ഈ സ്നേഹം കൂടിയിട്ട് എന്തോ ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. അത് ബുദ്ധിയിലുള്ള അറിവൊന്നും അല്ല, അവൻ്റെ ഹൃദയത്തിൽ എന്താണ്, അങ്ങ് സ്നേഹം അങ്ങ് നിറഞ്ഞങ്ങ് അവനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. ഇതുപോലെ യേശുവിൻ്റെ അടുത്തൊക്കെ ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുന്നതാണ് വാസ്തവത്തിൽ എന്ത്, സ്നേഹത്തിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ കർത്താവിനോടുള്ള ആ സ്നേഹത്തെ അറിയാനും, കർത്താവ് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒന്ന് തിരിച്ചറിയാനും, അവൻ നമ്മുടെ തോളെ തട്ടുന്നൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ അതാണ്, എന്ത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വല്ലതും പറ്റുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കനോട്ട്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എക്സ്പ്ലനേഷൻ അപ്പുറത്ത് പരിജ്ഞാനത്തെ കവിയുന്നതായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും അതിനുവേണ്ടിയുള്ള വലിയൊരു ക്രേവിങ് നമുക്കുണ്ടാകണം. അതാണ് നമുക്കുണ്ടാകേണ്ട ക്രേവിങ്. അല്ലാതെ എനിക്കിവിടെ വന്നാൽ എന്തോ കിട്ടുമെന്നുള്ളതല്ല. എനിക്ക് എങ്ങനെയും ക്രിസ്തുവിൽ അങ്ങ് നിറയണം. ആ ഒരു ദാഹം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ചർച്ചിൻ്റെ തന്നെയല്ല, ഇന്നത്തെ ഒരു വലിയ പ്രശ്നം മനുഷ്യന് തന്നെയാണെങ്കിൽ ആളുകളെല്ലാം പറയുന്നത് എന്തോ ഇല്ല, വിശപ്പില്ലെന്നാണ് പറയുന്നത്. ചുമ്മാ പറയുന്നതാ. വിശക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, വിശപ്പില്ലെന്ന് നമ്മൾ പറയുന്നത്. വിശക്കാൻ അവസരം കിട്ടുന്നില്ലല്ലോ. ചിലപ്പം ആളുകൾ പറയും അവനൊന്നും കഴിക്കത്തില്ല, അവന് വിശപ്പില്ലെന്ന്. അവന് വിശക്കാൻ എങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കുത്തിക്കയറ്റി കഴിച്ചാൽ പിന്നെ എങ്ങനെ അവന് വിശക്കാം? ഇവരൊന്ന് വിശക്കട്ടെ. അവന് ഒരു ദിവസം ഒന്ന് കൊടുക്കാതിരുന്ന് നോക്ക്. കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിശപ്പുണ്ടെന്നുള്ളത് അറിയും. നമുക്ക് വീണ്ടും ചിലർക്കുണ്ടല്ലോ, എത്ര കിട്ടിയാലും പിന്നെ എന്താണ്, വിശപ്പാണ്. ഭൗതികമായ നിലയിൽ അങ്ങനെ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ശരിയല്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും ആഴവും ഉയരവും ഒക്കെ അറിയുന്ന കൂട്ടത്തിൽ അതിനൊന്നും ഒരു ലിമിറ്റൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എത്ര വിശന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതിനൊരു വിശപ്പേ ഇല്ല എന്നുള്ളതാണ്. ചർച്ചിൽ വരുന്നത് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രാർത്ഥനാപേക്ഷകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേരെ പറയുന്നത്, ബ്രദറെ കർത്താവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ. എല്ലാവരുടെയും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ടി വിയിലെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ചിലർ ഫോൺ ചെയ്യുന്നത് തന്നെ, ഹലോ പ്രാർത്ഥനാ വിഷയമല്ലേ എന്താ പ്രാർത്ഥനാ വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മനസ്സിൽ മുഴുവൻ എന്താണ്, ഈ ഭൗമികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.